പേരാണ് ഷോഗ്രൻസ് സിൻഡ്രോം, പ്രൈമറി ഷോഗ്രൻസ് സിൻഡ്രോം. എന്തുകൊണ്ടാണ് ഈ അസുഖത്തെ പറ്റി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പ്രിവലൻസ് പറയുകയാണെങ്കിൽ, കണക്കെടുക്കുകയാണെങ്കിൽ 100-ൽ ഒരാൾക്ക് ആവറേജ് ഈ അസുഖം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് വരൾച്ച വായ്ക്കും കണ്ണിനും ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവർക്ക് ഉദരസംബന്ധമായ ലക്ഷണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞരമ്പുകൾ, കാലിനോ കയ്യിനോ തരിപ്പ്, മരവിപ്പ്, ബലക്കുറവ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കാം, വീക്ക്നെസ്, ഇങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കാം, വരണ്ട ചുമയുണ്ടാവാം, ഇല്ലെങ്കിൽ ചില പേർക്ക് കിഡ്നീനെ ബാധിക്കാം ഇത്, ഇല്ലെങ്കിൽ ചില പേർക്ക് രക്തക്കൊഴൽ നീർക്കെട്ട്, വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വരാം, ചില പേർക്ക് എർട്ടിക്കേറിയ ആയിരിക്കാം. ഷോഗ്രൻസ് സിൻഡ്രോം 2 തരത്തിലാണ് നമ്മൾ കാണാറുള്ളത്. ഒന്ന് പ്രൈമറി ഷോഗ്രൻസ് സിൻഡ്രോം, പിന്നെ സെക്കൻഡറി ഷോഗ്രൻസ് സിൻഡ്രോം. അതായത് വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ വാദസംബന്ധമായ രോഗത്തിന്റെ കൂടെ വരുന്ന ഈ പറഞ്ഞ ലക്ഷണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി ഷോഗ്രൻസ് സിൻഡ്രോം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്? ആദ്യം ചെയ്യുന്ന വളരെ എളുപ്പമുള്ളൊരു ടെസ്റ്റാണ് ഷെർമേഴ്സ് ടെസ്റ്റ്. എത്രത്തോളം കണ്ണുനീര് ആ പേപ്പറിനെ നനയ്ക്കുന്നുണ്ടെന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണിത്. അല്ലെങ്കിൽ വായിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉമിനീര് അല്ലെങ്കിൽ തുപ്പലിൻ്റെ അളവ് നോക്കാനുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വളരെയധികം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കണ്ണിൻ്റെയും വായുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. മരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ തരം ഗുളികകളുണ്ട്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, മെത്തോട്രക്സേറ്റ്, ലെഫ്ലൂണമൈഡ്, മൈക്കോഫിനലേറ്റ് മൊഫെറ്റിൽ മുതലായ ഓരോ ഗുളികൾ നമ്മൾ രോഗികൾക്ക് ഏതൊക്കെ അവയവത്തിനെയാണ് ബാധിപ്പുള്ളത് അതിനനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ഗുളികയാണ് എടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റുമറ്റോളജിസ്റ്റിനെ കാണുക.